ഓണം എക്സാമിന് ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ചാപ്റ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ഹാപ്പി ന്യൂസ്. ഓണം എക്സാമിന്റെ സ്റ്റഡി മെറ്റീരിയൽ എഡ്യൂപോർട്ട് ആപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആക്കിയിട്ടുണ്ട്. താഴെ പിൻഡ് മെസ്സേജിൽ ലിങ്ക് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡ്യൂപോർട്ട് ആപ്പിന്റെ അകത്ത് പോയി ഈ ഓണം എക്സാം എന്ന് പറഞ്ഞ ഈ സെഷൻ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഈ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആവും. ക്ലാസ്സസ് ഉണ്ടായിരിക്കും, നോട്ട്സ് ഉണ്ടായിരിക്കും, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വരെ നമ്മൾ അതിൽ അവൈലബിൾ ആക്കുന്നതായിരിക്കും. സോ സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ ഓണം എക്സാം കമ്മ്യൂണിറ്റിയിലായിരിക്കും നമ്മുടെ നോട്ട്സ് ഷെയർ ചെയ്യുക. അതിന്റെ ലിങ്ക് ഞാൻ താഴെ പിൻ ചെയ്യാം. ആദ്യം തന്നെ ഫിസിക്സ് നോക്കുകയാണെങ്കിൽ ഫിസിക്സിലെ 4 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഓണം എക്സാമിന് പഠിക്കാനുള്ളത് കേട്ടോ. 4 ചാപ്റ്റേഴ്സ്. ആദ്യത്തെ 4 തന്നെയാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റീസ്, കറന്റ് ഇലക്ട്രിസിറ്റി, മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം. ചിലപ്പോൾ നിങ്ങളെ സ്കൂളുകളിൽ ഈ ചാപ്റ്റർ അല്ലാതെ മറ്റൊരു ചാപ്റ്റർ മേ ബി റേപ്റ്റിക്സോ അല്ലെങ്കിൽ ആറ്റംസോ ന്യൂക്ലിയോ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് പഠിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് വറി, അതൊന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകില്ല. ഒഫീഷ്യൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്തവണ. അപ്പോൾ ഈ 4 ചാപ്റ്റേഴ്സിനായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. 5th ചാപ്റ്റർ ഉണ്ടോ എന്നുള്ള സംശയം കൂടുതൽ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒഫീഷ്യലി ഗവൺമെന്റ് ഇറക്കിയ പ്രകാരമുള്ള അതിൽ ഓഗസ്റ്റ് മാസം വരെ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ഉള്ളൂ. അതുകൊണ്ട് 5ാമത്തെ ചാപ്റ്റർ ഇല്ല. ഇനി കെമിസ്ട്രിയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി 4 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് ആയ സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ് ആൻഡ് DNF ബ്ലോക്സ്. ചില സ്കൂളുകളിൽ ഓർഗാനിക് കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് എക്സാമിന് ഉണ്ടാവുകയില്ല. റെഡി. ഇനി അടുത്തത് മാത്സിന്റെ കേസ് ആണെങ്കിൽ മാത്സിന് 5 ചാപ്റ്റേഴ്സ് ആണ് വരിക. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി, മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. കൂടുതൽ വെയിറ്റേജ് അവിടെ നിന്ന് വരുന്നതായിരിക്കും. അടുത്തത് CS-ന്റെ കേസ് ആണെങ്കിൽ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് ആണ്. അതായത് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്, കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഓപ്പറേഷൻ, വെബ് ടെക്നോളജി. ഈ 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഓണം എക്സാം ടോപ്പിക്സ്. ഇനി എഡ്യൂപോർട്ടിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ആണ് ഓണത്തിന് ശേഷം ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ബാച്ച് ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓണം എക്സാം റിവിഷന്റെ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിന്റെ ജോയിൻ ലിങ്ക് താഴെ ഞാൻ കൊടുക്കാം. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഫോം ഫിൽ ചെയ്താൽ മതി. ഇനി ബയോളജിയുടെ കേസിൽ വരികയാണെങ്കിൽ ബയോളജി സുവോളജിയിൽ 3 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അതായത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പ്രിൻസിപ്പിൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ എന്ന് പറഞ്ഞ ഈ 3 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇനി ബോട്ടണിയുടെ കേസിലോട്ട് വരികയാണെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റും, ബയോടെക്നോളജി, പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ്. പക്ഷെ അതിൽ കൃത്യമായി പറയുന്നുണ്ട് 11.2.3 അതായത് കോമ്പീറ്റന്റ് ഹോസ്റ്റ് എന്ന് പറഞ്ഞ ആ ടോപ്പിക്ക് വരെ ഉള്ളൂ. അതിനുശേഷമുള്ള ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വരില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ബയോളജിയുടെ കേസിൽ. ഇനി ഇംഗ്ലീഷിന്റെ കേസിൽ ഇംഗ്ലീഷ് ആദ്യത്തെ 2 യൂണിറ്റ് ആണല്ലോ കേട്ടോ. ഇംഗ്ലീഷ് ആദ്യത്തെ 2 യൂണിറ്റുകളാണുള്ളത്. സെക്കൻഡ് ലാംഗ്വേജിനെ നമ്മൾ സെപ്പറേറ്റ് ഓരോ സെക്കൻഡ് ലാംഗ്വേജിന്റെ വീഡിയോ ആയിട്ട് അതിന്റെ സമ്മറി അടക്കമുള്ള ഒരു വീഡിയോ ചെയ്യും. അതിൽ പറയുന്നതായിരിക്കും കേട്ടോ. റെഡി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 9 days കൊണ്ട് കംപ്ലീറ്റ് ചാപ്റ്റർ റിവിഷൻ ഇപ്പോൾ എഡ്യൂപോർട്ട് ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ന് കാണുകയാണെങ്കിലും ഇത് ലൈവ് ആയിട്ടും ഉണ്ടാവും. അതിന്റെ റെക്കോർഡ് ക്ലാസ്സും യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക. അത് ആ 9 days നിങ്ങൾക്ക് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യാൻ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക്.